അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മൂന്നാമത്തെ തൃതീയാണ് അക്ഷയ തൃതീയ. അക്ഷയം എന്ന് പറയുന്നത് ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം. സ്വർണം വാങ്ങിയാൽ ആ കൊല്ലം മുഴുവനും ഐശ്വര്യം വരുമെന്നാണ് പലരുടെയും വിശ്വാസം. അപ്പൊ ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. അതിനാണ് ജ്യോതിഷപരമായിട്ട് കൂടുതൽ മുൻതൂക്കം പറയുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്താൽ ആ ദാനം കൊടുക്കുന്ന വ്യക്തിക്ക് ശ്രേയസ് ഉണ്ടാവും, ദാനം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിനും ശ്രേയസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് അക്ഷയ തൃതീയ ആചരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർ ഉച്ചരാശിയിൽ വരുന്ന ദിവസമാണ്. കൃഷ്ണന് കുചേലൻ അവിൽപ്പതി കൊടുത്ത് കുചേലൻ സമ്പന്നനായ ദിവസം ഈ അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ 6ാം അവതാരമായ പരശുരാമന്റെ ജയന്തിയും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. ശങ്കരാചാര്യര് കനകധാര സ്തോത്രം ചൊല്ലി അതിലൂടെ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചതും ഈ അക്ഷയ തൃതീയ ദിവസമാണ്. ഗംഗാദേവി ഭൂമിയിൽ വന്നത് അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയുന്നു. വേദവ്യാസൻ മഹാഭാരതം എഴുതിയത് തുടങ്ങിയത് അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. പാണ്ഡവർക്ക് അക്ഷയപാത്രം കിട്ടിയത് അക്ഷയ തൃതീയ ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും അക്ഷയ തൃതീയ ഒരു നല്ല ദിവസം തന്നെയാണ്. വിശന്നു വലയുന്നവർക്ക് ആഹാരം, ദാഹജലം, വസ്ത്രദാനം, ദാനധർമ്മങ്ങൾ, ഇതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത.